നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലെ വിഷയം ഇപ്പോൾ നോക്കുകയാണെങ്കിൽ എവിടെയാണ് രാഹുൽ? ഇപ്പോൾ തുടർച്ചയായ 5-6 ദിവസമാണ്. ഇത്രയും ദിവസമായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഒളിവിൽ തന്നെയാണ്. അതിനിടയിൽ ഒരു ചുവന്ന കാറിൻ്റെ ഒരു പ്രത്യക്ഷപ്പെടൽ, ആ കാറിൽ രക്ഷപ്പെട്ടു എന്നൊരു വാർത്ത. അപ്പോൾ എന്തായിരിക്കും രാഹുലിൻ്റെ അടുത്ത നീക്കം? എന്താണ് വിലയിരുത്തൽ? എന്തായാലും മാധ്യമങ്ങൾ രാഹുൽ പോയ വഴിയൊക്കെ ഒന്ന് ചെകഞ്ഞെടുത്ത് കൃത്യമായിട്ട് അതിൻ്റെ റൂട്ട് മനസ്സിലാക്കി കുറേ മാധ്യമങ്ങൾ പുറത്തുവിടുന്നത് കണ്ടു. പോണ്ടിച്ചേരി, തമിഴ്നാട് ഇങ്ങനെയൊക്കെ പോകുന്നു. ഏതോ ഒരു വലിയ കൊലപാതകി അല്ലെങ്കിൽ ഏറ്റവും ക്രിമിനലായിട്ടുള്ളൊരു വ്യക്തി പോകുന്ന ഒരു റൂട്ടൊക്കെയാണ് ഇപ്പോൾ മാധ്യമങ്ങൾ പുറത്തുവിടുന്നത്. അത്രമാത്രം ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ടോ എന്നുള്ളതാണ് ജനവും ചോദിക്കുന്നത്. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം, ഇപ്പോൾ രാഹുലിനെ എത്രയും വേഗം അറസ്റ്റ് ചെയ്യണം എന്നുള്ള പോലീസിൻ്റെ നീക്കം. നിരവധി സംഘങ്ങൾ ചേർത്താണ് നിരവധി ജില്ലകളിൽ ഈ പറഞ്ഞതുപോലെ നിർത്തിയിരിക്കുന്നത്. രാഹുലിനെ എത്രയും വേഗം അറസ്റ്റ് ചെയ്യണം. പക്ഷെ നമുക്കറിയാം, നമ്മുടെ കേരള പോലീസാണ് അങ്ങ് ബംഗാളിൽ വരെ പോയി ഏത് ക്രിമിനൽ പ്രതിയെയും 24 മണിക്കൂറിനകം കണ്ടെത്തിയ കേരള പോലീസിൻ്റെ വൈഭവമൊക്കെ നമുക്കറിയാം. അങ്ങനെയുള്ള കേരള പോലീസ് എന്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറഞ്ഞാൽ, അതും എല്ലാവർക്കും അറിയാവുന്ന ഇത്രയും ഫെയിമുള്ള ഒരു വ്യക്തിയെ കണ്ടെത്താൻ ഇത്രമാത്രം എന്താണ് ബുദ്ധിമുട്ട് എന്നുള്ളതുണ്ട്. അവിടെ ഒരു രാഷ്ട്രീയ തന്ത്രമുണ്ട്. ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരികയാണ്. എത്രമാത്രം രാഹുലിനെ മാറ്റി ഒളിപ്പിച്ച് നിർത്താമോ അത്രയും നല്ലതാണ് CPM-ന്. എത്രമാത്രം രാഹുലിനെ പിടിക്കാതിരിക്കാമോ അതാണ് ഏറ്റവും നല്ലത് എന്ന് ചിന്തിക്കുകയാണ് CPM. കാരണം ഒരുപക്ഷെ രാഹുൽ കസ്റ്റഡിയിലായിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ കോൺഗ്രസ് എടുക്കുന്ന ഒരു തീരുമാനമുണ്ട്, രാഹുലിനെ പാർട്ടിയിൽ നിന്നും പൂർണ്ണമായും പുറത്താക്കുക എന്നുള്ളത്. അതോടെ അവിടെ രാഹുൽ വിഷയം തീരുകയാണ് ചെയ്യുന്നത്. അതായത് രാഹുലിനെ പൂർണ്ണമായും കോൺഗ്രസിന്, ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുന്ന രാഹുലിനെ പൂർണ്ണമായും പാർട്ടി പിന്തള്ളി കളഞ്ഞാൽ പിന്നീട് അവിടെ രാഹുൽ വിഷയം കോൺഗ്രസുമായിട്ട് യാതൊരു ബന്ധവുമില്ല. പിന്നീട് വീണ്ടും കയറി വരുന്ന വിഷയം ഏതൊക്കെയായിരിക്കും? ഈ പറയുന്ന ലാവ്ലിൻ കേസ് ഉൾപ്പെടെ, ശബരിമല വിഷയം ഉൾപ്പെടെ കയറി വരും. ഇപ്പോൾ പത്മകുമാർ, വാസു അടക്കം ഉള്ളവർ ഇപ്പോൾ ജയിലിലാണ്. ശബരിമല വിഷയം മുങ്ങി നിൽക്കുകയാണ്. ഇപ്പോൾ നാളെ SITയുടെ അടുത്ത ഇത് കോടതി സമർപ്പിക്കുന്നത്. ഇതൊന്നും ഇപ്പം മാധ്യമങ്ങളിൽ വരുന്നില്ല. മാധ്യമങ്ങളിൽ ശരിക്കും ഇപ്പോൾ ഒരു PR വർക്ക് പിണറായി സർക്കാർ നടത്തുന്നുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. ജനം പോലും വെറുത്തു പോവുകയാണ്. രാവിലെ എഴുന്നേറ്റാൽ തന്നെ രാഹുൽ മാങ്കൂട്ടം വിഷയമുള്ളൂ. മറ്റൊന്നും തന്നെ ചർച്ച ചെയ്യാനില്ല. നമ്മൾ പഴയ കാലങ്ങളിലൊക്കെ പരിശോധിച്ച് കഴിഞ്ഞാൽ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പ് വന്നു കഴിഞ്ഞാൽ ആശയപരമായിട്ട് എന്തൊക്കെ കഴിഞ്ഞ സർക്കാർ ചെയ്തില്ല, ഇതിൽ വെച്ചാണ് വാക്പോരുകൾ നടത്തുന്നത്. പക്ഷെ ഇപ്പോൾ ഒരു പെൺവിഷയത്തിൽ കെട്ടിത്തൂക്കിയിട്ടേക്കുവാണ് തെരഞ്ഞെടുപ്പിന് എന്നുള്ളതാണ്. ഇത് ശരിക്കും ജനം വെറുത്തു. പക്ഷെ അത് അവർക്ക് മനസ്സിലാകുന്നില്ല. ഏതായാലും എത്രമാത്രം രാഹുലിനെ കിട്ടാതിരിക്കാൻ, എസ്കേപ്പ് ചെയ്യാൻ പിണറായി സർക്കാർ ശ്രമിക്കുന്നുണ്ടോ അത്രയും നല്ലതാണ് പിണറായി സർക്കാരിന്. കാരണം രാഹുലിനെ കിട്ടിക്കഴിഞ്ഞാൽ അറസ്റ്റ് ചെയ്താൽ ഒന്നാമത് രാഹുലിന് ഒരു ഫെയിം ഉണ്ട്. അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുവരെ പിടികിട്ടാ പുള്ളി, അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ രാഹുലിൻ്റെ ഒരു കുറച്ചെങ്കിലും ഒരു നെഗറ്റീവ് ഇമേജ് ഉണ്ട്. ഒരു ജയിലിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ രാഹുൽ ഫാൻസിന് അത് ഒരുപക്ഷെ കുറച്ചുകൂടി രാഹുലിൻ്റെ ഇമേജ് കുറച്ചുകൂടി വർദ്ധിക്കും. ഒപ്പം തന്നെ രാഷ്ട്രീയപരമായിട്ട് നോക്കുമ്പം കോൺഗ്രസിന് തദ്ദേശ തെരഞ്ഞെടുപ്പിനെ സുഗമമായിട്ട് നേരിടാൻ പറ്റും. കാരണം നിലവിൽ ഇപ്പോൾ പിണറായിയുടെ ആകപ്പാടെയുള്ള പിടിവള്ളി രാഹുൽ മാങ്കൂട്ടം മാത്രമാണ്. വേറെ ഒന്നുമില്ല തെരഞ്ഞെടുപ്പിനെ മുൻനിർത്തി. നമുക്കറിയാം മേയർ ആര്യ രാജേന്ദ്രൻ എന്തുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഇറങ്ങുന്നത് ഞാൻ കണ്ടോ? ഇല്ല. കാരണം അവർ ഇപ്പം നമ്മുടെ തലസ്ഥാനത്ത് പോലും കൃത്യമായിട്ടുള്ള നല്ലൊരു ഇത് കാഴ്ചവെക്കാൻ അവർക്കൊന്നും സാധിച്ചിട്ടില്ല. ഇപ്പോൾ പിണറായി വിജയനെ തന്നെ ഇന്നലെ ഞാനൊരു വാർത്ത കേട്ടത്, പിണറായി വിജയന് അടുത്തൊരു കാറ് 1.5 കോടി രൂപയുടെ അടുത്തൊരു കാർ. അപ്പം ഈ ധൂർത്തടിയുടെ ആഡംബരത്തിൻ്റെയൊക്കെ ഒരു വലിയ ഒരു അഴിമതി ഒരുപക്ഷെ പ്രതിപക്ഷം ഉയർത്താൻ സാധ്യതയുണ്ട്. ഇതിപ്പോൾ രാഹുലിൻ്റെ വിഷയമായതുകൊണ്ട് പ്രതിപക്ഷം അതിൻ്റെ പുറകെ നടക്കുവാണ്. ശരിക്കും കോൺഗ്രസിനെ തന്നെയാണ് വെട്ടിലാക്കിക്കൊണ്ടിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം വരുമ്പോൾ ഞങ്ങൾ താൽക്കാലികമായിട്ട് ഇപ്പോൾ കോൺഗ്രസിൻ്റെ പ്രതിനിധി അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ അംഗമല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ. ഞങ്ങൾക്ക് സംസാരിക്കാനുള്ളത് മറ്റുള്ള വിഷയങ്ങളാണ്. ശബരിമല വിഷയം അല്ലെങ്കിൽ മറ്റുള്ള വിഷയങ്ങളാണ്, അല്ലെങ്കിൽ പിണറായി സർക്കാരിൻ്റെ കഴിഞ്ഞ കാലത്തെ ദുർഭരണത്തെക്കുറിച്ചാണ്, അല്ലെങ്കിൽ ഇന്ന ഭരണത്തെ പാളിച്ചകളെക്കുറിച്ചാണ്. ഇതൊക്കെ പറയാനുള്ളതിന് പ്രതിപക്ഷം എന്താണ് ചെയ്യുന്നത്? രാഹുൽ മാങ്കൂട്ടത്തിനെ കുത്തി അത് ആരധിക്ഷേപിച്ചാൽ ഇത് സംസാരിക്കേണ്ട കാര്യമില്ലല്ലോ അവിടെ. അപ്പോൾ പ്രതിപക്ഷവും ഒരുപക്ഷെ ഇത്തരത്തിലുള്ള
തദ്ദേശ തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള, ആശയപരമായിട്ട് നേരിടാനുള്ള, രാഷ്ട്രീയ ആശയങ്ങൾ പരമായിട്ട് നേരിടാനുള്ള, തെരഞ്ഞെടുപ്പിനെ മുൻനിർത്തിയുള്ള പ്രതിഷേധങ്ങൾ നടത്താനോ ഈ പറയുന്ന മാധ്യമങ്ങൾ കൂട്ടി നിൽക്കേണ്ട, സ്വന്തമായിട്ട് പ്രതിഷേധിക്കാമല്ലോ. പ്രതിഷേധങ്ങളും സമര പരിപാടികളും ഒക്കെ സർക്കാരിനെതിരെ നടത്തിയിരുന്നെങ്കിൽ ഒരുപക്ഷെ രാഹുലിനെ വിട്ടുപിടിച്ചിട്ട് കുറേയൊക്കെ പ്രതിപക്ഷത്തിലേക്ക് ജനം ശ്രദ്ധ തിരിച്ചേനെ. ഇതിപ്പോൾ പ്രതിപക്ഷവും അതിന് കൂട്ടായിട്ട് നിൽക്കുകയാണ്, അതായത് സ്വന്തം കുഴി മാന്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ BJP എനിക്ക് തോന്നുന്നു സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു, രാഹുൽ മാങ്കൂട്ടം വിഷയമൊക്കെ ഇപ്പോൾ കുത്തിപ്പൊക്കിയത് ശബരിമല വിഷയം പോലുള്ളത് അണയ്ക്കാനുള്ള ശ്രമമാണ്, അത്രയെങ്കിലും BJP പറഞ്ഞു. പക്ഷേ ഈ പറയുന്നതാണ് പ്രതിപക്ഷത്തിരിക്കുന്ന VD സതീശനടക്കം ഇതിൻ്റെ പുറകെ തൂങ്ങുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഇനിയിപ്പോൾ ഇതൊന്ന് കത്തിക്കയറും. നാളെ ഇനിയിപ്പോൾ ജാമ്യം ഹർജി കൊടുത്തിട്ടുണ്ട്. അപ്പം ജാമ്യം കിട്ടുമോ ഇല്ലയോ എന്നുള്ളതാണ്. ഇന്നലെ 2-3 തെളിവുകൾ അഡീഷണൽ ആയിട്ട് രാഹുൽ മാങ്കൂട്ടം കൊടുത്തിട്ടുണ്ട്, ഈ പെൺകുട്ടിയുമായിട്ട് സംസാരിച്ച ഓഡിയോ ക്ലിപ്പും ചാറ്റിങ്ങും ഒക്കെയുള്ള. അപ്പോൾ 2 ഭാഗത്തെയും കൂടെ കാര്യങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ഇതിലെ ഗർഭചിത്രത്തിന് നിർബന്ധിച്ചു എന്നുള്ളതാണ് ഒരുപക്ഷെ ജാമ്യം തള്ളിപ്പോകാനുള്ള ഏക കാരണം. അതിനെ കവറപ്പ് ചെയ്യാനുള്ള ചില കാര്യങ്ങളൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിൽ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇതിനപ്പുറം ഒരു ഡോക്ടറുടെ മൊഴിയുണ്ട്, പെൺകുട്ടി അബോർഷൻ ചെയ്തെന്ന്, ഈ ആത്മഹത്യയ്ക്ക് 2 തവണ ശ്രമിച്ചു. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഡോക്ടറുടെ മൊഴിയുണ്ട്. അപ്പോൾ ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിന് ഈ പറയുന്ന റിമാൻഡിൽ ഇരിക്കേണ്ടതായിട്ട് വരും, ജാമ്യം കിട്ടാൻ സാധ്യതയില്ല. പക്ഷേ അകത്ത് കിടക്കുന്ന രാഹുൽ പിന്നീട് പുറത്ത് വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇതുപോലെ ആയിരിക്കത്തില്ല, കുറച്ചുകൂടി ഒരു ഇമേജ് വർദ്ധിക്കാൻ തന്നെ സാധ്യതയുണ്ട്. കാരണം ഇത് രാഹുൽ ഇങ്ങനെ ഒളിവിലിരിക്കുന്നു, അത് സ്വാഭാവികമല്ലേ. ഇപ്പോൾ ജാമ്യം വേണമല്ലോ, മുൻകൂർ ജാമ്യം കിട്ടിയില്ലല്ലോ, മുൻകൂർ ജാമ്യത്തിന് വേണ്ടിയിട്ടാണ് ഒളിവിലിരിക്കുന്നത്. അല്ലാതെ അതിപ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാവരും അങ്ങനെ തന്നെയാണ്. ജാമ്യം ഇപ്പോൾ വേടൻ്റെ കാര്യം വന്നപ്പോൾ വേടന് മാറി നിന്നില്ലേ, മാറി നിൽക്കുന്നത് ജാമ്യം കിട്ടാൻ വേണ്ടിയിട്ടാണ്. ജാമ്യം കിട്ടിക്കൊണ്ട് തനിക്ക് പറയാനുള്ളതെല്ലാം ഇനി ഒരുപക്ഷെ തുറന്നു പറയുന്ന രാഹുലിനെ നമുക്ക് കാണാൻ സാധിക്കും. ജാമ്യം കിട്ടിയില്ലെങ്കിൽ 14 ദിവസം റിമാൻഡ് കഴിഞ്ഞതിന് ശേഷം ഒരുപക്ഷെ മാധ്യമങ്ങളുടെ മുന്നിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ വരാൻ സാധ്യതയുണ്ട്. ഇതൊന്നും വലിയ വിഷയമാക്കേണ്ട കാര്യമില്ലായിരുന്നു. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് മറ്റെന്തെല്ലാം ചർച്ചകൾ ചെയ്യാനുള്ളിടത്താണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം മാത്രം ഇങ്ങനെ രാവിലെ നമ്മൾ ചാനൽ എടുത്തൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം പറയുന്ന ബ്രേക്കിംഗ്, രാഹുൽ മാങ്കൂട്ടം പോണ്ടിച്ചേരിയിൽ എത്തിയിരിക്കുന്നു, രാഹുൽ മാങ്കൂട്ടം മറ്റേ ഇതെടുത്തിരിക്കുന്നു, കോയമ്പത്തൂർ എത്തിയിരിക്കുന്നു. ഞാൻ പെട്ടെന്ന് ആലോചിച്ചത് ഒരു 2-3 വർഷം മുമ്പ് നമ്മുടെ ഒരു ആനയുണ്ടല്ലോ, ആനയുടെ പേരെന്തോ, കുട്ടിക്കൊമ്പനോ, എനിക്ക് പെട്ടെന്ന് ഓർമ്മ അരിക്കൊമ്പൻ ആന അതാ ഇപ്പോൾ കാട്ടിലൂടെ ഇതുവഴി എത്തിയിരിക്കുന്നു, അരിക്കൊമ്പൻ മറ്റിടത്തെത്തി. ഇതുപോലെയാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ റൂട്ട് അന്വേഷിച്ച് ഒരു നടിയുടെ കാറിലാണ് രക്ഷപ്പെട്ടത്. പിന്നെ പറയുന്നു കോൺഗ്രസിൻ്റെ ഒരു മുതിർന്ന നേതാവിൻ്റെ കാറിലാണ്. ഇങ്ങനെ മാറിയും തിരിഞ്ഞും മാധ്യമങ്ങൾ ഇങ്ങനെ രാഹുലിൻ്റെ പുറകെ നടക്കുന്നു, ബാക്കിയുള്ള വിഷയങ്ങളൊന്നും ചർച്ച ചെയ്യുന്നില്ല. ഇപ്പോൾ രാഹുൽ മാറി നിൽക്കുന്നതിൻ്റെ കാര്യം മുൻകൂർ ജാമ്യത്തിന് വേണ്ടിയിട്ടാണ്. നാളെ മിക്കവാറും ജാമ്യം കിട്ടുമോ ഇല്ലയോ എന്ന് അറിഞ്ഞുകൊണ്ട് ചിലപ്പോൾ പിടികൊടുക്കുമായിരിക്കും. ഒരു വിഭാഗം മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് പിടികൊടുക്കാൻ തന്നെയാണ്, പിടികൊടുത്തുകൊണ്ട് കേസ് നടത്തുക എന്നുള്ളതാണ്. ചിലപ്പോൾ ഹൈക്കോടതിയിലേക്കും ചിലപ്പോൾ പോയെന്നിരിക്കാം. ഇതിനിടയ്ക്ക് രാഹുൽ മാങ്കൂട്ടത്തിനെ പിടിക്കുന്നതിന് മുമ്പ് രാഹുൽ ഈശ്വറിനെ പിടിച്ചു. പക്ഷേ രാഹുൽ ഈശ്വറിൻ്റെ നിലപാട് അതിൽ തന്നെ നിൽക്കുകയാണ്. രാഹുൽ ഈശ്വറിൻ്റെ ഭാര്യ ഉൾപ്പെടെയുള്ളവരുടെ നിലപാട്, ഇപ്പം അഡ്വക്കേറ്റ് ദീപ ജോസഫ്, ഇവരുടെ 4 പേരെയാണ് ഈ പെൺകുട്ടിക്കെതിരായിട്ട് പറഞ്ഞതിനെതിരായിട്ട് പോലീസ് ഇപ്പോൾ കേസ് ഫയൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവരുടെയും നിലപാടാണ് നോക്കേണ്ടത്. ഇവിടെ ഇര അല്ലെങ്കിൽ അതിജീവിത എന്നൊക്കെ പറയുമ്പോൾ ഈ പ്രബുദ്ധ കേരളത്തിൽ മലയാളികൾക്ക് മനസ്സിലാവുന്ന ചില കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിന് ക്ലിയർ പിക്ചറായിട്ട് വരണമെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ രാഹുലിൻ്റെ ഭാഗവും കൂടെ കേൾക്കേണ്ടതായിട്ടുണ്ട്. ഏതായാലും കഴിഞ്ഞ ദിവസം KPCC പ്രസിഡന്റ് പറഞ്ഞൊരു കാര്യമുണ്ട്, രാഹുൽ രാജി ആവശ്യപ്പെടില്ല, ആ കട്ടിലുണ്ടായാലും പനിക്കേണ്ട. അതെ, അത് അതിൻ്റെ ആവശ്യമില്ലല്ലോ. അദ്ദേഹം ഒരു ജനപ്രതിനിധിയാണ്, ജനം തെരഞ്ഞെടുത്തതാണ്. ഒരു ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ അദ്ദേഹം കട്ടുകയോ അഴിമതി കാണിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ MLA സ്ഥാനത്ത് തുടരാം. അദ്ദേഹത്തിൻ്റെ വ്യക്തി ജീവിതമാണ് ശരിക്കും ഇത് സ്വകാര്യ ജീവിതമാണ്. അദ്ദേഹം MLA ആയതുകൊണ്ട് അത് പബ്ലിക് ആയെന്നുള്ളത്. ആ ഒരു അധികാരം ഉപയോഗിച്ചു എന്ന് നമുക്ക് പറ്റുമോ? ആ ഒരു തൻ്റെ ഒരു അധികാരവും കൂടി ആ പെൺകുട്ടിയുടെ മേലെ ഉപയോഗിച്ചു? ഇല്ല. ഇന്ന് ഞാനൊന്ന് ചോദിച്ചു, നമ്മൾ രണ്ടുപേരും സ്ത്രീകളാണ്, ഇനി ഏത് MLA അല്ല മന്ത്രിയല്ല നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ അത് നമ്മുടെ സ്വാതന്ത്ര്യമാണ്. അധികാരം ഉപയോഗിച്ചൊന്നും ഒരാളുടെ കിടപ്പറയിലേക്കൊന്നും പോകാൻ നമ്മൾ സാധാരണ സ്ത്രീകൾ തയ്യാറല്ല. അപ്പം അധികാരമല്ല, 2 പേരുടെ ഇഷ്ടമാണ് അവിടെ കാണിക്കുക. ഇപ്പം ആ ഒരു ഓഡിയോ ക്ലിപ്പിലൊക്കെ കാണുന്ന 2 പേരുടെ ഇഷ്ടവും സമ്മതവും പ്രകാരം ഇഷ്ടപ്പെട്ടുകൊണ്ട് ചേരുന്നു. പക്ഷേ എന്തൊക്കെയോ ചില അസ്വാരസ്യങ്ങൾ കാരണം അവർ ബ്രേക്കപ്പ് ആവുന്നു, ആ കുഞ്ഞിനെ വേണ്ടാന്ന് വെക്കുന്നു. 2 പേരും കൂടെ എടുക്കുന്ന തീരുമാനമാണ് ഇതല്ല. അപ്പോൾ ഇന്നലെ ഞാൻ ചർച്ചയിൽ പറഞ്ഞതുപോലെ ഒരു സ്ത്രീ ഗർഭം ധരിക്കാനുള്ള ധൈര്യം കാണിക്കുന്നുണ്ടെങ്കിൽ അവൾ ആ ഗർഭം ചുമന്ന് ആ കുഞ്ഞിനെ പ്രസവിക്കാനുള്ള ധൈര്യം അവൾക്കുണ്ടായിരിക്കും, അല്ലേ? ഗർഭം ധരിക്കാനുള്ള, പ്രത്യേകിച്ച് ആ പെൺകുട്ടി ആ ധൈര്യം കാണിച്ചത് സമൂഹത്തെ
വെല്ലുവിളിച്ചുകൊണ്ട്, രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് MLA പൊസിഷനെ വെല്ലുവിളിച്ചുകൊണ്ട്, സ്വന്തം വീട്ടുകാരെ വെല്ലുവിളിച്ചുകൊണ്ട്, അല്ലേ, പൊസിഷനെ എല്ലാം വെല്ലുവിളിച്ചുകൊണ്ടാണല്ലോ ഒരു സ്ത്രീ ഗർഭം ധരിക്കാൻ തയ്യാറായത്. ആ പെൺകുട്ടി ഒരു മാധ്യമ പ്രവർത്തകയാണ്, ചെറുപ്രായമൊന്നുമല്ല, കുറച്ചുകൂടി പ്രായമുള്ള, ഈ പറയുന്ന എല്ലാത്തിനെയും പറ്റി കാര്യഗൗരവം അറിയാവുന്ന ഒരു പെൺകുട്ടിയാണ്. അപ്പം ഗർഭം ധരിക്കാൻ അവൾ വില്ലിങ് ആയി, അല്ലേ. രാഹുൽ മാങ്കൂട്ടൻ ഇപ്പം ഒരു കുഞ്ഞിനെ വേണം എന്ന് പറഞ്ഞപ്പോൾ അവൾ തന്നെ പറഞ്ഞ പിൽസ് വേണമെന്ന്, വേണ്ട, ഓക്കെ, ധരിക്കാൻ തയ്യാറായി രാഹുലിൻ്റെ അടുത്തേക്ക് പോകുന്നു, ഗർഭം ധരിക്കുന്നു. അപ്പോൾ രാഹുൽ എന്നല്ല, വേറെ ഏതവൻ പറഞ്ഞാലും ഇനി നീ അബോർഷൻ ചെയ്യുമെന്ന് പറഞ്ഞാലും നീ പോടേന്ന് പറയാനുള്ള ധൈര്യം ആ പെൺകുട്ടിക്കുണ്ട്. കാരണം ഗർഭം ധരിക്കാനുള്ള ഒരു ധൈര്യമുള്ള സ്ത്രീക്ക് ആ കുഞ്ഞിനെ ഉദരത്തിൽ ഇട്ട് വളർത്താനുള്ള ധൈര്യം ഓൾറെഡി അവൾ സ്വായത്തമാക്കിയിട്ടായിരിക്കുമല്ലോ ആ ഇതിന് പോയിരിക്കുന്നത്. അപ്പോൾ ഒരു പക്ഷേ നിറവയറുമായിട്ട് ഇന്ന് സമൂഹത്തിന് മുന്നിൽ നിൽക്കുന്ന പെൺകുട്ടിയെ നമുക്ക് അതിജീവിത എന്ന് നിസ്സംശയം നമുക്ക് പറയാം, നമുക്ക് വിളിക്കാമായിരുന്നു. പക്ഷേ ആ പെൺകുട്ടിയും കൂടെ ചേർന്നാണ് ഈ പറയുന്ന അബോർഷൻ ചെയ്തിരിക്കുന്നത്. കാരണം രാഹുൽ പറയുന്നുണ്ട്, നിനക്ക് വേണമെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യാം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ രണ്ടുപേരും കൂടെ എടുത്ത തീരുമാനമാണ്, അല്ലാതെ ഒരു പക്ഷേ രാഹുലിൻ്റെ കുഞ്ഞിനെ ഇങ്ങനെ അനാഥമായിട്ട് വിടാൻ ആഗ്രഹിക്കുന്നില്ല, അതുകൊണ്ട് നിർബന്ധിച്ച് കാണും. പക്ഷേ അതിൽ തീരുമാനമെടുക്കേണ്ടത് ആ പെൺകുട്ടിയാണ്. പെൺകുട്ടി ആരും വായിക്കാത്തോട്ടൊന്നും ഒഴിച്ചും മരുന്ന് കൊടുത്തൊന്നും അല്ലല്ലോ, പറയുന്ന സ്വമേധയാ ചെയ്ത. അതൊക്കെ ഇനി കോടതിയാണ് തീരുമാനിക്കേണ്ടത്. നമുക്കറിയില്ല ഇതിലെന്താണ്. ഇത് അവിടെ ഇവിടെയൊക്കെയുള്ള ഒരു വൺ വേ മാത്രമുള്ള ഓഡിയോ ക്ലിപ്പുകൾ മാത്രമാണ്. ഇനി കൃത്യമായിട്ട് രാഹുലിൻ്റെ ഭാഗത്തു നിന്നുള്ള ഓഡിയോ ക്ലിപ്പുകളൊക്കെ വരുമ്പോഴേ കൃത്യമായിട്ട് എന്താണെന്നുള്ള ഇതിനകത്ത് സംഭവിച്ചത് എന്നുള്ളത് നമുക്ക് വ്യക്തമാകത്തുള്ളൂ. ഏതായാലും അത് നാളെ ഇനിയിപ്പോൾ ജാമ്യം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ 14 ദിവസം കഴിഞ്ഞ് രാഹുലിൻ്റെ ഭാഗത്തു നിന്ന് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഏതായാലും കൂടുതൽ തെളിവുകൾ രാഹുൽ നൽകിയിട്ടുണ്ട്. ഏതായാലും അതേപോലെ തന്നെ ഈ പെൺകുട്ടിയും അതിനനുസരിച്ചുള്ള തെളിവുകൾ രാഹുലിനെ ഏത് തരത്തിലും പൂട്ടാൻ വേണ്ടിയിട്ടുള്ള തെളിവുകൾ നൽകിയിട്ടുണ്ട്. ഇത് തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്. കാരണം രാഹുൽ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ കോൺഗ്രസ് ഒരുപക്ഷെ രാഹുലിനെ പുറത്താക്കി കഴിഞ്ഞാൽ പിന്നീട് CPM-ന് ഇതൊന്നും വെച്ച് വിലപേശാൻ പറ്റത്തില്ല. ഇതിപ്പോൾ വിലപേശുന്ന രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയത്തിൽ വെച്ച് മാത്രമാണ്. അപ്പോൾ ഒരുപക്ഷെ ഇതിനെ ഡിലേ ചെയ്യിക്കുന്നതും CPM തന്നെയായിരിക്കും.